നമസ്കാരം. ജൂൺ മാസം കഴിഞ്ഞ് ജൂലൈ മാസമായി. നമ്മളൊരു പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ചെയ്ത സാമ്പത്തിക തീരുമാനങ്ങളൊന്ന് വിശകലനം ചെയ്യാനും പുതിയ സാമ്പത്തിക വർഷത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാനും പറ്റിയൊരു അവസരമാണിത്. ആദ്യമേ തന്നെ പഴമക്കാർ പറയുന്ന പോലെ നാടോടുമ്പോൾ നടുവേ ഓടണം. ഈ സാമ്പത്തിക വർഷത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഈ മാർക്കറ്റ് അല്ലെങ്കിൽ ഈ സാഹചര്യം ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. ആദ്യമേ ഇൻഫ്ലേഷൻ റേറ്റിൻ്റെ കാര്യം ഒന്ന് നോക്കാം. 4.6% ഉണ്ടായിരുന്ന ഇൻഫ്ലേഷൻ റേറ്റ് ഇപ്പോൾ അത് 4%ലേക്ക് കുറഞ്ഞിരിക്കുകയാണ്. പക്ഷേ TMI ട്രിംഡ് മീൻ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് 3.4%-ൽ നിന്ന് 3.6%ലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഇതൊരു നല്ല ട്രെൻഡല്ല. റിസർവ് ബാങ്ക് ആഗ്രഹിക്കുന്നത് 2 മുതൽ 3%-നകത്ത് ഇൻഫ്ലേഷൻ റേറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെയുള്ള സാഹചര്യങ്ങളെന്ന് പറഞ്ഞാൽ പെട്രോളിൻ്റെ പ്രൈസ് ഇപ്പോഴും ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അപ്പം ഫെഡറൽ ഗവൺമെൻറ് 2 മാസം മുമ്പ് 32 സെൻറ്റ് പെർ ലിറ്ററിന് എല്ലാ ഇന്ധനങ്ങൾക്കും അവർ കുറച്ചിട്ടുണ്ടായിരുന്നു, റിബേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ പകുതിയാക്കി 16%-ലേക്ക് മാറിയിരിക്കുകയാണ്. ഇത് പെട്രോൾ പ്രൈസ് കൂട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്കറിയാം, ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൻ്റെ റിഫോം വന്നു. നെഗറ്റീവ് ഗിയറിങ് പുതിയ പ്രോപ്പർട്ടികൾക്ക് മാത്രമാക്കുന്നു. അവസാനമായി സൂപ്പർ ഫണ്ടിൽ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികൾ വാങ്ങാനുള്ള അവസരം ഗവൺമെൻറ് നിർത്തുകയാണ്. അപ്പം ബയസിൻ്റെ കുറേ ഇൻട്രസ്റ്റ് മാർക്കറ്റിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കിപ്പോൾ തോന്നുന്നത് കോവിഡിൻ്റെ സമാനമായൊരു അവസ്ഥ പോലെയാണ്. കാരണം അന്ന് ബയസിൻ്റെ ഇൻട്രസ്റ്റ് വളരെ കുറവായിരുന്നു മാർക്കറ്റിൽ. ഇപ്പോഴും അതുതന്നെയാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, ഓപ്ഷൻ ക്ലിയറൻസ് റേറ്റ് വളരെ കുറവാണ്. പ്രോപ്പർട്ടികളൊക്കെ മാർക്കറ്റിൽ വിറ്റ് പോകുന്നില്ല. ബയസിൻ്റെ ഇൻട്രസ്റ്റ് കുറവാണ്. സാഹചര്യം മോശമാണ്. അപ്പം വിൽക്കാനുള്ള ആളുകൾ ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ അത്യാവശ്യമായിട്ട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ $8 ലക്ഷം വരെയാണ് പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോൾ സെയിൽ പ്രൈസ് വലിയ കുഴപ്പമുണ്ടാകാൻ സാധ്യതയില്ല. അതിൻ്റെ മേലെയുള്ള പ്രോപ്പർട്ടികൾക്കൊക്കെ ഇപ്പം ബോറോയിങ് കപ്പാസിറ്റിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൈസ് വളരെ കുറയാൻ സാധ്യതയുണ്ട്. ഇപ്പം പണ്ടൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ല, മിന്നലടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്, പ്രശ്നം വരുന്നത് പൊങ്ങി നിൽക്കുന്ന മരങ്ങൾക്കാണ്. അതുപോലെ തന്നെ ഏറ്റവും ഹയർ പ്രൈസുള്ള പ്രോപ്പർട്ടികൾക്ക് നല്ല വില കുറയാനുള്ള സാധ്യതയുണ്ട്. ഇനി വാങ്ങുന്നവർക്കാണെങ്കിൽ നല്ലൊരു അവസരമായിട്ടാണ് എനിക്ക് ഇന്ന് തോന്നുന്നത്. ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ $5 ലക്ഷം മുതൽ $6 ലക്ഷം വരെയുള്ള പ്രോപ്പർട്ടി പ്രൈസിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഒരിക്കൽ പ്രോപ്പർട്ടിയുടെ പ്രൈസ് റിവേഴ്സ് ആകുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടീഷൻ മാറുമ്പോൾ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഈ അവസ്ഥയ്ക്ക് നെഗറ്റീവ് എഫക്റ്റാണ് വരുന്നതെങ്കിലും വലിയ പ്രശ്നം അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം $5 ലക്ഷം മുതൽ $6 ലക്ഷം വരെയുള്ള പ്രോപ്പർട്ടികൾ ഒരുപാടൊന്നും താഴാൻ പോകുന്നില്ല. റെൻറ്റും ഒരുപാട് കുറയാൻ പോകുന്നില്ല. പിന്നെ ഫസ്റ്റ് ഹോം ബയേഴ്സ് അല്ലെങ്കിൽ താമസിക്കാൻ വേണ്ടി വീട് വാങ്ങുന്ന ആളുകൾ, എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളൊരു എസ്റ്റാബ്ലിഷ്ഡ് ഹോം അല്ലെങ്കിൽ പണിത ഹോം, 5 വർഷമൊക്കെ പഴക്കമുള്ള വീടുകൾ വാങ്ങുന്നതാണ് നല്ലത്. കാരണം പുതിയ ലാൻഡ് വാങ്ങി പുതിയ വീട് പണിയാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ലാൻഡിൻ്റെ പ്രൈസും കുറഞ്ഞിട്ടില്ല, കൺസ്ട്രക്ഷൻ്റെ കോസ്റ്റും കുറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ വലിയ നേട്ടമുണ്ടാക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെ സൂപ്പർ ഫണ്ടിൽ പ്രോപ്പർട്ടികൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇനി കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടികൾ വാങ്ങാനുള്ള ഓപ്ഷനേ ഉള്ളൂ. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. എന്തായാലും ഈ മാർക്കറ്റ് കണ്ടീഷനിൽ വാങ്ങാൻ പറ്റിയ അവസരമാണ്. ഏറ്റവും സ്മാർട്ടായിട്ട് വാങ്ങി ഭാവിയിലേക്കുള്ള നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ ഈ സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.